ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. SPYSS NYC മലയാളം ഓൺലൈൻ പതിവായി നടത്തിവരുന്ന നാരായണീയ പഠനം ഇപ്പോൾ നാരായണീയ പഠനയാത്രയാണ്. 79ാം ദശകമായ രുക്മിണീഹരണമാണ് ഇന്ന് പഠനത്തിനുള്ളത്. പഠനം ഇന്ന് 89ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിലെയും പഠനയാത്രയും കർണാടകത്തിൽ മംഗലാപുരം പഠനയാത്രയും കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠനത്തിനെത്തിയിരിക്കുകയാണ്. നമ്മുടെ യോഗബന്ധുക്കളായ മലയാളികളിൽ കൂടുതലും ഉള്ള ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും അതേപോലെ സാംസ്കാരിക കേന്ദ്രങ്ങളും അതേപോലുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ യോഗബന്ധുക്കളിൽ ഒരു പ്രമുഖായ ശ്രീകുമാരൻ അണ്ണനാണ്. അണ്ണനെ അതിനായി സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ഹരിയോ ശ്രീകുമാരണ്ണ. ഹരിയോ ഹരിയോ മക്ക. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നമ്മളുടെ ഒരു നഗരമായ ബാംഗ്ലൂരിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. ബാംഗ്ലൂരിലെ ആൾക്കാരാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ വളരെ പുരാതനവും ചരിത്രപ്രസിദ്ധവും കേരളത്തോട് അതിർത്തി പങ്കിടുന്നതുമായ സംസ്ഥാനമായ കർണാടകത്തിന്റെ തലസ്ഥാനമാണ് ബംഗളൂരു. ബെന്തക്കാളൂരു, ടൗൺ ഓഫ് ബോയിൽഡ് ബീൻസ്, അതായത് വെന്ത പരിപ്പിന്റെ സ്ഥലം എന്ന് ആണ് ഇതിന്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നു. വളരെ സുന്ദരമായ പൂന്തോട്ടങ്ങളും ഒക്കെ ഉള്ളതിനാൽ ഈ സിറ്റി ഗാർഡൻ സിറ്റി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ഹബ് ആയതിനാൽ IT ക്യാപിറ്റൽ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ബംഗളൂരുവിന്റെ പേര് ആദ്യമായി രേഖപ്പെടുത്തിയ 9ാം നൂറ്റാണ്ടിലെ ശിലാഫലകം ബേഗൂർ എന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അതനുസരിച്ചിട്ട് ഇത് ഗംഗാവതി കേന്ദ്രമാക്കിയുള്ള ഗംഗാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. 1024 ചോള സാമ്രാജ്യം ഇവിടം പിടിച്ചടക്കി. പിന്നീട് 1117 ചോളന്മാരെ പരാജയപ്പെടുത്തി വിഷ്ണുവർദ്ധൻ എന്ന ഹൊയ്സല രാജാവ് ഇവിടം ഭരണം നടത്തിയതായി രേഖകൾ ലഭിച്ചിട്ടുണ്ട്. 1537 കെമ്പഗൌഡ ഒന്നാമൻ ചിക്പേട്ട് സ്ട്രീറ്റും ദൊഡ്പേട്ട് സ്ട്രീറ്റും കൂടി കേന്ദ്രമാക്കി ബാംഗ്ലൂർ നിർമ്മിച്ചു എന്ന് രേഖകൾ കിട്ടുന്നു. പിന്നീട് കെമ്പഗൌഡ രണ്ടാമൻ ചില ക്ഷേത്രങ്ങൾ, ടാങ്കുകൾ എന്നിവയും അവിടെ നിർമ്മിക്കുകയുണ്ടായി. ഇദ്ദേഹം ബാംഗ്ലൂരിന്റെ ബൗണ്ടറിയായി 4 ഭാഗത്ത് 4 വാച്ചിങ് ടവേഴ്സ് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഇദ്ദേഹത്തിന്റെ പേരാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ചില പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇത് 1909 ഇവിടെ സ്ഥാപിച്ചത്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച്, നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, അതായത് നിമാൻസ്. ഇവയെല്ലാം വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളാണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIMB, പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്ട്രി ടെക്നോളജി ആൻഡ് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ, യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി NLSIU, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ്. ഇതിനൊക്കെ പുറമെ ഇന്ത്യയിലെ തന്നെ ഏകദേശം ആദ്യമായി നിർമ്മിക്കപ്പെട്ട ടെക്നോളജിക്കൽ റിസർച്ച് സെന്റർ ഫോർ സിൽക്ക് ബോർഡിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെ തന്നെയാണ് ഉള്ളത്. പിന്നീട് ഇവിടെ പ്രവർത്തിക്കുന്ന ചില പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടേഴ്സ് നമുക്കറിയാം. ചന്ദ്രയാന്റെ വിക്ഷേപണത്തിന് വേണ്ടി വിജയകരമായി വിക്ഷേപിച്ചപ്പോൾ ഇസ്രോയിൽ നിന്നായിരുന്നു വിക്ഷേപിച്ചത്. അതിന്റെ മെയിൻ സെന്റർ ഇവിടെയാണ്. പിന്നെ DRDO, BML, പിന്നെ HMT ഇപ്പോൾ പ്രവർത്തന അത്ര നല്ല രീതിയിൽ നടക്കുന്നില്ല. പിന്നെ അതുപോലെ HAL,
ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളിൽ നിന്ന് HAL ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്കിതൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും പ്രശസ്തനായ എഞ്ചിനീയറെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഭാരതരത്ന ലഭിച്ച സർ M വിശ്വേശ്വരയ്യ, അദ്ദേഹം ഫാദർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ 15 സെപ്റ്റംബറിനെ നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ടും ആഘോഷിക്കുന്നു. പിന്നീട് ഇവിടെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില ഗാർഡൻസ്, ചില പൂന്തോട്ടങ്ങൾ, പാർക്സ്, റിക്രിയേഷൻ സെന്റേഴ്സ് എന്നിവ ഞാൻ ഇന്ന് പറയാം. പ്രധാനപ്പെട്ടത് ലാൽബാഗ് എന്നതാണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. അതവിടെ പ്രധാനപ്പെട്ട എല്ലാ സസ്യങ്ങളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ നമുക്ക് അവിടെ പരിചയപ്പെടാൻ പറ്റും. പിന്നെ കബൺ പാർക്ക്, സാങ്കി ടാങ്ക്, ബിഗ് ബനിയൻ ട്രീ, ബന്നർഘട്ട നാഷണൽ പാർക്ക്, അൾസൂർ ലേക്ക്, മടിവാള ലേക്ക്, ലുംബിനി ഗാർഡൻ, ഫ്രീഡം പാർക്ക്, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക്, ഇന്നോവേറ്റീവ് ഫിലിം സിറ്റി എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർക്ക് ഓർ ഗാർഡൻസ്. ഇനി ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ: ബുൾ ടെമ്പിൾ, ഇസ്കോൺ ടെമ്പിൾ, പിന്നെ നമ്മളുടെ ശബരിമലയ്ക്ക് ശേഷം അവിടുത്തെ തന്നെ തന്ത്രി പ്രതിഷ്ഠ നടത്തിയ ജാലഹള്ളി അയ്യപ്പ ടെമ്പിൾ, ഹൾസൂർ സോമേശ്വര ടെമ്പിൾ, റാഗിഗുഡെ ആഞ്ജനേയ ടെമ്പിൾ, അതോടൊപ്പം തന്നെ ഒരു ചർച്ചുണ്ട്, സെന്റ് മേരീസ് ബസിലിക്ക. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഇന്റർനാഷണൽ സെന്റർ ഇവിടെ കനത്പുരയിലാണ് വർക്ക് ചെയ്യുന്നത്. ചില അമ്യൂസ്മെന്റ് ഓർ ഫോർട്ട്സ്, അതിനെക്കുറിച്ച് പറയാം. ബാംഗ്ലൂർ പാലസ്, ബാംഗ്ലൂർ ഫോർട്ട്, പിന്നെ ടിപ്പുവിന്റെ സമ്മർ പാലസ്, ദേവനഹള്ളി ഫോർട്ട്, വിധാനസൗധ എന്നിവ നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. പിന്നെ മ്യൂസിയംസ്: HAL എയ്റോസ്പേസ് മ്യൂസിയം, ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം, ബാംഗ്ലൂർ അക്വേറിയം, വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം, ഇന്ദിരാഗാന്ധി മ്യൂസിക്കൽ ഫൗണ്ടൻ പാർക്ക്. ഇനി ലോക്കൽ സൈറ്റ് സീയിങ്ങിന് അല്ലെങ്കിൽ മെയിൻ സ്ട്രീറ്റ്സ് ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ MG റോഡ്, നന്ദി ഹിൽസ്, പിന്നെ കൊമേഴ്സ്യൽ സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ്, ബാംഗ്ലൂർ ടർഫ് ക്ലബ്, ചിത്രകലാ പരിഷത്ത് എന്നിവയാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ സൈറ്റ് സീയിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ട്രീറ്റ്സ്. ഇനി നമ്മൾ ബാംഗ്ലൂരിനെ പറ്റി പറയുമ്പോൾ ജോലിക്കും വിദ്യാഭ്യാസത്തിനും മറ്റുമായിട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ജനങ്ങൾ ഇവിടെ എത്തുന്നു. എങ്കിലും കുറച്ചു കാലത്തിന് ശേഷം, അതായത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു വികാരമുണ്ട്. അതാണ് നമ്മ ബംഗളൂരു. അതെ, നമ്മയെല്ലാം സ്വന്തമാക്കുന്ന ബാംഗ്ലൂർ. ഹരിയോം. ശ്രീകുമാരണ്ണനെ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബാംഗ്ലൂർ നഗരത്തെ പരിചയപ്പെടുത്തി തന്നു. ശ്രീകുമാരൻ അണ്ണനെ എന്റെയും സമിതിയുടെയും നമ്മുടെ എല്ലാവരുടെയും പേരില് നന്ദി അറിയിക്കുന്നു. ഹരിയോം അണ്ണ. ഇനി നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് കടക്കാം. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ജിജി, അജയകുമാർ ഒക്കെയാണ്. അതേപോലെ ചാന്റിങ് ഗൈഡൻസ് 1 മുതൽ 6 വരെ ജതീന്ദ്രൻ അണ്ണനും 7 മുതൽ 12 വരെ ഗീതാ പിഷാരമൊക്കെയുമാണ് ചെയ്യുന്നത്. ഈ 12 ശ്ലോകങ്ങളും ആവർത്തിച്ച് ചൊല്ലുന്നത് ഗൗരി ദേവിയക്ക, സുധാ ജതീന്ദ്രനക്ക, നിഷാക്ക, വിജി ഉണ്ണികൃഷ്ണക്ക, വത്സല ബാലകൃഷ്ണക്ക, സുഷമാക്ക, സുനൈനാക്ക, വച്ചലാക്ക, സുജാതാക്ക, വരദരാജണ്ണൻ, ലക്ഷ്മി മധുവക്ക, ഉഷാ മാധവനക്ക എന്നിവരാണ്. ഇവരെല്ലാം ഓരോ ശ്ലോകങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നു. ഇതിന്റെ സാരാംശം 1 മുതൽ 6 വരെ സിന്ധു അനന്താക്കയും 7 മുതൽ 12 വരെ ജ്യോതിയക്കയുമാണ് ചെയ്യുന്നത്. സമർപ്പണ ശ്ലോകം സോനാക്കയും ലോക കല്യാണ മന്ത്രം പുഷ്പവല്ലിയക്കയുമാണ് ചൊല്ലുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകമാണ്. അതിനായി ജിജി അക്കയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോം ജിജി അക്ക. അഗജാനന പദ്മാർക്കം ഗജാനന മഹർനിശം
अनेकदन्तं भक्तानाम् एकदन्तमुपास्महे। ॐ श्रीमहागणपतये नमः। गुरुवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां श्रीदक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ॐ सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। श्रीमहासरस्वत्यै नमः। ॐ श्रीकृष्ण गोविन्द हरे मुरारे श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविन्द हरे मुरारे श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविन्द हरे मुरारे श्रीनाथ नारायण वासुदेव। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द हरे गोविन्द। ഹരി ഓം. ഹരി ഓം ജിജിയക്ക, വളരെ നന്നായിരുന്നു. ഇനി അടുത്തതായിട്ട് ചാൻഡിങ് ആണ്. 1 മുതൽ 6 വരെ ശ്ലോകങ്ങൾ ഗൈഡ് ചെയ്യാൻ ജതീന്ദ്രൻ അണ്ണനെയും ആവർത്തിച്ച് ചൊല്ലാൻ ഗൗരിയക്ക, സുധാക്ക, നിഷാക്ക, വിജയക്ക, വത്സലാക്ക, സുഷമക്ക എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഓം നമോ നാരായണായ. ദശകം 79 രുക്മിണി ഹരണം. ദ്രുതവിളംബിതം വൃത്തത്തിലാണ് ഈ ദശകം രചിച്ചിരിക്കുന്നത്. ശ്ലോകം 1, പദച്ഛേദം. ബലസമേത ബല അനുഗതഃ ഭവാൻ പുരം അഗാഹത ഭീഷ്മക മാനിതഃ ദ്വിജസുതം ത്വദ് ഉപാഗമവാദിനം ധൃതരസ തരസ പ്രണനാമസ. ശ്ലോകം. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിതഃ. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിതഃ. ദ്വിജസുതം ത്വദുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസ. ദ്വിജസുതം ത്വതുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസ. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിതഃ ദ്വിജസുതം ത്വദുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസ. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിതഃ ദ്വിജസുതം ത്വതുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസ. അടുത്തതായി ശ്ലോകം 2, പദച്ഛേദം നോക്കാം. ഭുവനകാന്തം അവേക്ഷ്യ ഭവത് വപുർ നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതാം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈഃ ഉദിതൈഃ അംഗമൻ നിശ. ഭുവനകാന്തമവേക്ഷ്യ ഭവേദ്വപുർ നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം. ഭുവനകാന്തമവീക്ഷ്യ ഭവദ്വപുർ നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം. വിപുലഖേദജുഷാം പുരവാസിനാം
സരുദിതൈരുദിതൈരഗമന്നിശാ. വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമന്നിശാ. ഭുവനകാന്തമവേക്ഷ്യ ഭവദ്വപുർനൃപസുതസ്യ ദിശമ്യ ച ചേഷ്ടിതം. വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമന്നിശാ. ഭുവനകാന്തമവീക്ഷ്യ ഭവദ്വപുർനൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം. വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമന്നിശാ. ശ്ലോകം 3 പദച്ഛേദം. തദനു വന്ദിതും ഇന്ദുമുഖീ ശിവാം വിഹിത മംഗലഭൂഷണഭാസുര നിരഗമത് ഭവദർപ്പിത ജീവിത സ്വപുരതഃ പുരതഃ സുഭട ആവൃത. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിത മംഗലഭൂഷണഭാസുര. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണവാസുരാം. നിരഗമദ്ദ ഭവദർപ്പിത ജീവിത സ്വപുരത പുരത സുഭടാവൃത. നിരഗമദ്ഭവദർപ്പിത ജീവിത സ്വപുരത പുരത സ്ഫുടവാടാവൃത. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുര നിരഗമദ്ഭവദർപ്പിത ജീവിത സ്വപുരത പുരത സുഭടാവൃത. തദനു വന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണവാസുരാ നിരഗമദ്ഭവദർപ്പിത ജീവിത സ്വപുരത പുരത സുഭടാവൃത. അടുത്തത് ശ്ലോകം 4 പദച്ഛേദം നോക്കാം. കുലവധൂഭിഃ ഉപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുഃ അയാചത തദ് പദപങ്കജേ നിപതിത പതിതാം തവ കേവലം. കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം. കുലവധൂഭിരുപേത്യ കുമാരികാ ഗിരിസുതാം പരിപൂജ്യ ച സാദരം. മുഹുരയാചത തത്പദ പങ്കജേ നിപതിതാ പതിതാം തവ കേവലം. മുഹുരയാചത തത്പദ പങ്കജേ നിപതിതാ പതിതാം തവ കേവലം. കുലവധൂഭിരുപേത്യ കുമാരികാ ഗിരിസുതാം പരിപൂജ്യ ച സാദരം. മുഹുരയാചത തത്പദ പങ്കജേ നിപതിതാ പതിതാം തവ കേവലം. കുലവധൂഭിരുപേത്യ കുമാരികാ ഗിരിസുതാം പരിപൂജ്യ ച സാദരം. മുഹുരയാചത തത്പദ പങ്കജേ നിപതിതാ പതിതാം തവ കേവലം. അടുത്തത് ശ്ലോകം 5 പദച്ഛേദം നോക്കാം. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുത നിരഗാത് ഗിരിജാലയാത് സുരുചിര രുചി രഞ്ജിത ദിങ്മുഖ. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ. നൃപസുതാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖ. നൃപസുതാ നിരഗാത് ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖ.
സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുധാ നിരഗാദ്ഗിരിജാലയാ സുരുചിരം രുചിരഞ്ജിതദിങ്മുഖാ സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുധാ നിരഗാദ്ഗിരിജാലയാത് സുരുചിരം രുചിരഞ്ജിതദിങ്മുഖാ. അടുത്തത് ശ്ലോകം 6 പദച്ഛേദം. ഭുവന മോഹന രൂപ രുജാ തദാ വിവശിത അഖില രാജകദംബയാ ത്വം അപി ദേവ കടാക്ഷ വിമോക്ഷണൈഃ പ്രമദയാ മദയാശ്ച കൃഷേ മനഃ. ഭുവന മോഹന രൂപ രുജാ തദാ വിവശിതാഖില രാജകദംബയാ ഭുവനമോഹന രൂപരുജാ തഥാ വിവശിതാഖില രാജകദംബയാ ത്വമപി ദേവ കടാക്ഷ വിമോക്ഷണൈഃ പ്രമദയാ മദയാഞ്ച കൃഷേ മനാഃ. ത്വമപി ദേവ കടാക്ഷ വിമോചനൈ പ്രമദയാ മദയാഞ്ച കൃഷേ മനാഃ. ഭുവന മോഹന രൂപ രുജാ തദാ വിവശിതാഖില രാജകദംബയാ ത്വമപി ദേവ കടാക്ഷ വിമോക്ഷണൈഃ പ്രമദയാ മദയാഞ്ച കൃഷേ മനാഃ. ഭുവനമോഹന രൂപരുജാതയാ വിവശിതാഖില രാജകദംബയാ ത്വമപി ദേവ കടാക്ഷ വിമോചനൈ പ്രമദയാ മദയാഞ്ച കൃഷേ മനാഃ. ഹരിയോ ഹരിയും ഗജേന്ദ്രൻ, നന്ദി. അടുത്തതായി 7 മുതൽ 12 വരെ ശ്ലോകങ്ങൾ ഗൈഡൻസ് നടത്തുന്നത് ഗീതാ പിഷാരമൊക്കെയാണ്. ആവർത്തിച്ച് ചൊല്ലുന്നത് സുനീന അക്ക, വത്സലാക്ക, സുജാത അക്ക, വരദരാജൻ അണ്ണൻ, ലക്ഷ്മി അക്ക, ഉഷ അക്ക ഇവരാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോൻ ഗീതാക്ക തുടങ്ങിക്കോളൂ. ഹരി ഓം. 7ാമത്തെ ശ്ലോകം. പദച്ഛേദഃ. ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖി ഇതി താം സരസം ഏത്യ കരേണ ഹരഞ്ജനാത് സമധിരൂപ്യ രഥം ത്വം അപാഹൃത ഭുവി തതഃ വിതതഃ നിനദഃ ദ്വിഷാം. ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരഞ്ജനാത്. വനുഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരഞ്ജനാത്. സമധിരൂപ്യ രഥം ത്വമപാഹൃതാഃ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. സമധിരോപ്യ രഥം ത്വമപാഹൃതാ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. ക്വനു ഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരഞ്ജനാത് സമധിരൂപ്യ രഥം ത്വമപാഹൃതാഃ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. വനുഗമിഷ്യസി ചന്ദ്രമുഖീതി താം സരസമേത്യ കരേണ ഹരഞ്ജനാത് സമധിരോപ്യ രഥം ത്വമപാഹൃതാഃ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. 8ാമത്തെ ശ്ലോകം. പദച്ഛേദം. ക്വ നു ഗദഃ പശുപാല ഇതി ക്രുധാ കൃതരണ യദുഭിഃ ച ജിതാഃ നൃപാഃ ന തു ഭവാൻ
उदचाल्यत तैः अहो पिशुनकैः शुनकैः इव केसरी। तदनु रुक्मिणमागतमाहविवधमुपेक्ष्य निबध्य विरूपय वनुगदा पशुपालहिधीकृदा हृदरणायुधभिश्च जिदा नृपा न तु भवानुदचाल्यत तैरहो पिशुनकैरिव केसरी। न दुभवानुदचाल्यदतैरहो पिशुनकैरिव केसरी वनुगद पशुपालयिति क्रुधा वृतरणायदुभिश्च जिता नृपाः न तु भवानुदचाल्यत तैरहो पिशुनकैरिव केसरी। वनुद्गदा पशुपालयिति क्रुधा हृदरणायुधभिश्चिदन् नृपा न दुभवानुदचाल्यत तैरहो पिशुनकैरिव केसरी। ഇനി 9ാമത്തെ ശ്ലോകം പദച്ഛേദം. തദനു രുക്മിണം ആഗതം ആഹവേ വധം ഉപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമതം പരിമുജ്യ ബല ഉക്തിഭിഃ പുരം അയാഹ രമയാ സഹ കാന്തയാ. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ. ഹൃതമതം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. കൃതമതം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമതം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃതമതം പരിമുച്യ ബലോക്തിഭിഃ പുരമയാ രമയാ സഹ കാന്തയാ. 10ാമത്തെ ശ്ലോകം പദച്ഛേദം. നവ സമാഗമ ലജ്ജിത മാനസാം പ്രണയ കൗതുക ജൃംഭിത മന്മഥാം അരമയഃ ഖലു നാഥ യഥാ സുഖം രഹസി താം ഹസിത അംശുല സന്മുഖീം. നവ സമാഗമ ലജ്ജിത മാനസാം പ്രണയ കൗതുക ജൃംഭിത മന്മഥാം. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകമന്മദാം. അരമയ ഖലു നാഥ യഥാ സുഖം രഹസി താം ഹസിതാം ശൂലസന്മുഖീം. അരമയ ഖലു നാഥ യഥാ സുഖം രഹസി താം ഹസിതാം ശൂലസന്മുഖീം. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകജൃംഭിതമന്മഥാം അരമയ ഖലു നാഥ യഥാ സുഖം രഹസി താം ഹസിതാം ശൂലസന്മുഖീം. നവസമാഗമലജ്ജിതമാനസാം പ്രണയ
കൗതുകജംബിതമന്മതാം ഹരമയ കലു നാദയദാ സുഖം രഹസിതാം ഹരിച്ചാൻശൂലസന്നുഗീ. ഇനി 11ാമത്തെ ശ്ലോകം. പദച്ഛേദഃ. വിവിധ നർമ്മഭിഃ ഏവം അഹഃ നിശം പ്രമദം ആകാലയൻ പുനഃ ഏകദാ ഋജുമതേഃ കില വക്രഗിരാ ഭവാൻ വരതനോഃ അദനോത് അതിലോലതാം. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാം. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ. ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരദനോദതിലോലതാം. ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരദനോദതിലോലതാം. വിവിധ നാമഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ. ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരദനോദതിലോലതാം. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ. ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരദനോദതിലോലതാം. 12ാമത്തെ ശ്ലോകം. പദച്ഛേദഃ. തത് അധികൈഃ അഥ ലാലന കൗശലൈഃ പ്രണയിനീം അധികം സുഖയൻ ഇമാം അയി മുകുന്ദ ഭവത് ചരിതാനി ന പ്രഗദതാം ഗദ താന്തിം അപാകുരു. തതധികൈരഥലാലന കൗശലൈഃ പ്രണയിനീമധികം സുഖയന്നിമാം. തദധികൈരഥലാളന കൗശലൈഃ പ്രണയിനീമധികം സുഖയന്നിമാം. അയി മുകുന്ദ ഭവച്ചരിതാനി നഃ പ്രഗദതാം ഗദതാന്തിമപാകുരു. അയി മുകുന്ദ ഭവച്ചരിതാനി നഃ പ്രഗദതാം ഗദതാന്തിമപാകുരു. തതധികൈരഥലാലന കൗശലൈഃ പ്രണയിനീമധികം സുഖയന്നിമാം. അയി മുകുന്ദ ഭവച്ചരിതാനി നഃ പ്രഗദതാം ഗദതാന്തിമപാകുരു. തദധികൈരഥലാളന കൗശലൈഃ പ്രണയിനീമധികം സുഖയന്നിമാം. അയി മുകുന്ദ ഭവച്ചരിതാനി നഃ പ്രഗദതാം ഗദതാന്തിമപാകുരു. ഹരി ഓം. ഹരിയോ. അടുത്തതായി 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളുടെ സാരാംശം ചുരുക്കി പറയുന്നതിനായി സിന്ധു അനന്തക്കയെയും 7 മുതൽ 12 വരെയുള്ള പറയാനായി ജ്യോതി അക്കയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോം സിന്ധു അക്ക, അത് കഴിഞ്ഞാൽ ജ്യോതി അക്ക. ഹരിയോം. നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. രുക്മിണി സന്ദേശം കൊണ്ടുവന്ന ആ ബ്രാഹ്മണനോട് കൂടി തേരിൽ കയറി ഭഗവാൻ മുന്നിലും സൈന്യസമേതം ബലഭദ്രൻ പിന്നിലുമായിട്ട് കുന്തിനപുരത്തിൽ എത്തുന്നു എന്നതാണ് ആദ്യത്തെ ശ്ലോകം. ബലസമേതം, സൈന്യ ബലം എന്നാണ്. ബല അനുഗതഃ, ബലരാമനാൽ അനുഗമിക്കപ്പെട്ട്, അതായത് വൈദർഭി എന്ന സംസ്കൃത ഭാഷാ ഭേദത്തിലാണ് രുക്മിണി സന്ദേശം എഴുതിയിരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ അയച്ച സന്ദേശത്തിൽ ഭഗവാനോട് സൈന്യസമേതനായി വരണമെന്ന് പറഞ്ഞിരുന്നു.
പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്ക് പോകാം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇത് അറിഞ്ഞിട്ട്, അതായത് രുക്മിണിയെ അപഹരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഭഗവാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് അവിടെ ഒരു യുദ്ധത്തിന് സാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കിയിട്ട് ജ്യേഷ്ഠനായ ബലരാമൻ സ്വയം തീരുമാനിച്ച് സൈന്യസമേതം ഭഗവാനെ പിന്തുടർന്നു. ഭവാൻ ഭീഷ്മകമാനിതഃ, അങ്ങ് വിദർഭ രാജാവായ ഭീഷ്മകനാൽ സമ്മാനിക്കപ്പെട്ട്, കാരണം ഭഗവാനും ബലരാമനും ഇവിടെ കല്യാണം കാണാൻ വന്നതാണ്, വിവാഹ ഉത്സവത്തിന് വന്നതാണ്. ക്ഷണിച്ചില്ലെങ്കിൽ പോലും അത് കേട്ടറിഞ്ഞ് കാണാൻ വന്നതാണ് എന്ന് വിചാരിച്ചിട്ട് രാജാവ് അവരെ സ്വീകരിച്ച് ഇരുത്തി. ഇവിടെ ഭീഷ്മകൻ ഭഗവാനെ കൊണ്ട് തന്നെ രുക്മിണിയെ കല്യാണം കഴിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ മകനായ രുക്മിണിയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ശിശുപാലനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചു. അതുകൊണ്ട് ഇവരെ കണ്ടപ്പോൾ രാജാവിന് വളരെയധികം സന്തോഷമായി. മാത്രമല്ല, വരന് താമസിക്കാൻ വേണ്ടി പ്രത്യേകം ഒരുക്കിയ മാളികയിൽ തന്നെ രാമകൃഷ്ണന്മാർ താമസിച്ചു എന്നാണ് പറയുന്നത്. കാരണം ശിശുപാലനെ മറ്റൊരു മാളികയിലേക്കാണ് രുക്മി കൊണ്ടുപോയത്. ഇതൊക്കെ ഭഗവാന്റെ ലീലകൾ എന്നല്ലാതെ എന്ത് പറയാനാണ്? ഇവിടെ ഒരു വരന് കിട്ടേണ്ട സ്വീകരണം തന്നെ ഭഗവാന് കിട്ടി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഭീഷ്മക മാനിതഃ പുരം അഗാഹത, അങ്ങനെ ആ പുരത്തിൽ എത്തിച്ചേർന്നു. രുക്മിണി ആകട്ടെ തലേന്ന് രാത്രി മുതൽ ഭഗവാനെ നോക്കി മട്ടുപ്പാവിൽ നിൽക്കുകയാണ്. അദ്ദേഹം വരുന്നുണ്ടോ, വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത ദിവസം കല്യാണമാണ്, ജീവൻ ഒടുക്കുകയേ രക്ഷയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വളരെ വിഷമത്തോടു കൂടി ഭഗവാനെ കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ത്വത് ഉപാഗമവാദിനം, അങ്ങയുടെ വരവിനെ കുറിച്ച് പറഞ്ഞ ദ്വിജസുതം ആ ബ്രാഹ്മണകുമാരനെ ആ രുക്മിണി തരസ പെട്ടെന്ന് തന്നെ ധൃതരസ പ്രണനാമ, അത്യധികം സന്തോഷത്താൽ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നിരാശയോടെ നിൽക്കുന്ന രുക്മിണിയുടെ അടുത്തേക്ക് ആ ബ്രാഹ്മണകുമാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ദാ വന്നിരിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ എന്റെ കൂടെ തന്നെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് സമ്മാനം കൊടുക്കണം, എങ്ങനെ നന്ദി പറയണം എന്നറിയാതെ നല്ലൊരു നമസ്കാരം കൊടുത്തു എന്നാണ് പറയുന്നത്. സാധാരണ മഹാലക്ഷ്മിയെ നമസ്കരിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും കിട്ടുന്നു അല്ലെ? ആരെ ലക്ഷ്മി നമസ്കരിക്കുന്നുവോ അവരുടെ കാര്യം പിന്നെ ഒന്നും പറയാനില്ലല്ലോ അല്ലെ? തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ കാരണമായത് ഈ സന്ദേശകൻ തന്നെയാണ്. ഉപകാരത്തിന് പ്രത്യുപകാരമായി ഒരു നമസ്കാരം അർപ്പിച്ചു. പിന്നെ ഭർത്താവിനെ നൽകുന്നവൻ പിതൃതുല്യനാണ് എന്നാണ് പറയുന്നത്. പിതാവിന് നമസ്കാരത്തെ കവിഞ്ഞ് വേറെ എന്ത് കൊടുക്കാനാണ് അല്ലെ? പിന്നെ ആ പരബ്രഹ്മത്തിന്റെ ദർശനം സാധിച്ചു തന്ന ബ്രാഹ്മണൻ ആചാര്യനായി തീർന്നതിനാൽ ആ പ്രണാമം അതിനു വേണ്ടിയുള്ള സമർപ്പണം കൂടിയാണെന്ന് പറയാം. അങ്ങനെ പലതരത്തിലും ഈ നമസ്കാരത്തെ നമുക്ക് അർത്ഥമാക്കാം. ഇവിടെ ഈ ദശകം മുഴുവനും കഴിഞ്ഞ ദശകത്തിൽ കണ്ട പോലെ തന്നെ യമകങ്ങളുടെ ഭംഗി ഇവിടെയും കാണാൻ സാധിക്കും. സാദൃശ്യമുള്ള പദങ്ങൾ, പക്ഷെ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ മേൽപ്പത്തൂരിന്റെ കാവ്യഭംഗി തന്നെയാണെന്ന് പറയാം. ഇവിടെ ധൃതരസ തരസ, തരസ തരസ എന്ന് വരും, പക്ഷെ അത് തരസ തരസ എന്നല്ല, ധൃതരസ തരസ പ്രണനാമസ എന്നാണ്. അതാണ് യമകങ്ങളുടെ. ഇത് നമുക്ക് ഓരോ ശ്ലോകത്തിലും കാണാൻ സാധിക്കും. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ആ ലോകൈക സുന്ദരനായ ഭഗവാനെ കണ്ടപ്പോൾ ആ വിദർഭ രാജ്യത്തെ എല്ലാവരും ആ രുക്മിണിയെ ജ്യേഷ്ഠനായ രുക്മി ശിശുപാലന് കൊടുക്കാൻ നിശ്ചയിച്ചതിന്റെ ആപത്തിനെ കുറിച്ചും ഞങ്ങളുടെ രാജകുമാരിക്ക് എന്തൊരു ഗതികേടാണ് വന്നിരിക്കുന്നത് എന്ന് ആലോചിച്ച് സങ്കടപ്പെടുകയാണ് രണ്ടാമത്തെ ശ്ലോകം. ഭുവനകാന്തം, ഈ 3 ഭുവനത്തിലും വെച്ച് അത്യധികം സുന്ദരനായിട്ടുള്ള, കാന്തം പോലെ ആകർഷിക്കുന്ന ഭവത് വപുഹു അവേക്ഷ്യ, അങ്ങയുടെ ആ തിരുവുടൽ കണ്ടിട്ട് എല്ലാവരും ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? നൃപസുതസ്യ ചേഷ്ടിതം, ആ രാജകുമാരന്റെ പ്രവൃത്തി അല്ലെങ്കിൽ തന്നിഷ്ടം. ഇവിടെ ചേഷ്ടിതം എന്നതുകൊണ്ട് വിദ്വേഷകരമായ പ്രവൃത്തി എന്നാണ് പറയുന്നത്. അതായത് ശിശുപാലന് വിവാഹം ചെയ്ത് കൊടുക്കാം എന്ന തന്നിഷ്ടത്തെ നിശമ്യച്ച, കേൾക്കുകയും അറിയുകയും ചെയ്ത, അതായത് ആ തന്നിഷ്ടത്തെ പറ്റി അറിഞ്ഞ പുരവാസികൾ, വിപുല ഖേദ ജുഷാം പുരവാസിനാം, അത്യധികം സങ്കടമുണ്ടായ ആ നഗരവാസികൾ സരുദിതൈഹി ഉദിതൈഹി നിശാം അഗമത്. രുദിതം എന്നാൽ സങ്കടം പറയുക, ആവലാതി പറയുക എന്നൊക്കെ പറയും. ആ ആവലാതിയോട് കൂടി, അതാണ് സരുദിതൈഹി. ഭഗവാനും രാജകുമാരിയും തമ്മിൽ എന്തൊരു ചേർച്ചയാണ്! എന്തുകൊണ്ടാണ് രുക്മി ഇങ്ങനെ ചെയ്യുന്നത്? ആ കുഞ്ചി ഇതെങ്ങനെ സഹിക്കും?
എന്നൊക്കെ ആവലാതി പറഞ്ഞ് അങ്ങനെ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ആ രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. ഇപ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴോ പറയുമ്പോഴോ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാവാറുണ്ട് അല്ലെ? അത് തന്നെയാണ് ഇവിടെ ആ നഗരവാസികൾക്ക് മുഴുവൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അടുത്തത് 3-ാമത്തെ ശ്ലോകം. അങ്ങനെ അടുത്ത നാൾ പറഞ്ഞതുപോലെ തന്നെ രുക്മിണി പാർവതി ദേവിയെ ദർശിക്കാൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. അതാണ് 3-ാമത്തെ ശ്ലോകം. തദനു, അതിനുശേഷം പിറ്റേന്ന് പുലർന്നതിന് ശേഷം ഭവത് അർപ്പിത ജീവിത, ഭഗവാനെ അങ്ങേക്ക് സ്വയം അർപ്പിച്ച ജീവിതത്തോട് കൂടിയ എന്നാണ്. ഭവത് അർപ്പിത ജീവിത, അതായത് മനസ്സുകൊണ്ട് ഭഗവാനെ വിവാഹം ചെയ്തു എന്ന് തന്നെ പറയാം. ഇന്ദുമുഖി, ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖത്തോട് കൂടിയ ആ രുക്മിണി വിഹിത മംഗല ഭൂഷണ ഭാസുര, മംഗല അലങ്കാരങ്ങൾ ഒക്കെ അണിഞ്ഞിട്ട് ഏറ്റവും ശോഭയോടുകൂടി പുരതഃ സുഭട ആവൃത, തൻ്റെ മുന്നിൽ അല്ലെങ്കിൽ തൻ്റെ ചുറ്റിനും ശൂരന്മാരായ പടയാളികളുമായിട്ട് ശിവാം വന്ദിതും, ആ ശിവയെ അല്ലെങ്കിൽ പാർവതി ദേവിയെ നമസ്കരിക്കുവാൻ വേണ്ടി സ്വപുരതഃ നിരഗമത്, തൻ്റെ അന്തപുരത്തിൽ അല്ലെങ്കിൽ രാജധാനിയിൽ നിന്നും പുറപ്പെട്ടു. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 4-ാമത്തെ ശ്ലോകം. രുക്മിണി ശ്രീ പാർവതി ദേവിയെ ഉള്ളു തുറന്ന് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നതാണ് 4-ാമത്തെ ശ്ലോകം. കുലവധൂഭിഹി കുമാരിക ഉപേത്യ, ഇവിടെ കുമാരിക എന്നാൽ വളരെ ചെറിയ എന്നർത്ഥം. അപ്പോൾ കുലവധൂഭിഹി, മറ്റു കുലസ്ത്രീകൾ, അതായത് അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീകളും തോഴിമാരും രുക്മിണിയെ അനുഗമിച്ചിരുന്നു. സാദരം ഗിരിസുതാം ച പരിപൂജ്യ, സാദരം ഭക്തിയോടുകൂടി ശ്രീ പാർവതി ദേവിയെ തൊഴുത് പൂജിച്ച് തത് പദപങ്കജേ, ആ ദേവിയുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട്, അതായത് ഒരൊറ്റ കാര്യമേ തനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ എന്നാണ് പറഞ്ഞത് ദേവിയോട്. കേവലം തവ പതിതാം, ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത് കൊണ്ടാണ് തവ എന്ന് പറഞ്ഞത്. അങ്ങനെ അങ്ങയെ ഭർത്താവായി ലഭിക്കുക എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രം. അതാണ് രുക്മിണി പറയുന്നത്, അല്ലയോ പാർവതി ദേവി, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. പാർവതിക്ക് പരമേശ്വരൻ എന്ന പോലെ എനിക്ക് ആ കൃഷ്ണനെ ഭർത്താവായിട്ട് തരണം. മുഹുഹു അയാചതാച്ച, വീണ്ടും വീണ്ടും അത് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ്. അടുത്തത് 5-ാമത്തെ ശ്ലോകം. അങ്ങനെ രുക്മിണി ദേവീക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ്. തിരിച്ചു വരുന്ന ആ വഴിയിൽ അവിടെയുള്ള രാജാക്കന്മാരൊക്കെ രുക്മിണിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതാണ് 5-ാമത്തെ ശ്ലോകം. നൃപകുലേ, ആ രാജാക്കന്മാർ അല്ലെങ്കിൽ ആ രാജസമൂഹം എന്ന് വേണമെങ്കിൽ പറയാം. സമവലോക കുതൂഹലം, രുക്മിണിയെ ശരിക്കൊന്ന് കാണുവാനുള്ള കൗതുകത്തോടെ സങ്കുലേ, തിക്കി തിരക്കി, അതായത് ഒരു സ്വയംവരമാണ്, ശിശുപാലന് കൊടുക്കാമെന്ന് തീരുമാനിച്ചെങ്കിൽ പോലും ഒരു സ്വയംവരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നോക്ക് കണ്ട് ആസ്വദിക്കാം എന്ന് വിചാരിച്ച് പലരും അവിടെ എത്തിയിട്ടുമുണ്ട്. എന്നാൽ രുക്മിണി ആകട്ടെ ത്വൈ നിഭൃതം ചസ്തിതേ, ഭഗവാനെ അങ്ങയിൽ തന്നെ ഒറ്റ ഒരു ചിന്ത മാത്രം, പൂർണ്ണമായും ഭഗവാനിൽ മനസ്സ് വെച്ച് നൃപസുത, ആ രാജകുമാരി രുചി രഞ്ജിത ധിങ്മുഖ, ആ ദിക്കുകൾ മുഴുവൻ അല്ലെങ്കിൽ ആ പ്രദേശം മുഴുവൻ രുചി എന്നാൽ തൻ്റെ സൗന്ദര്യത്താൽ രഞ്ജിത ശോഭിപ്പിച്ചുകൊണ്ട് ദേവിയെ പൂജിച്ചത് കൊണ്ട് അത്യധികം സന്തോഷത്തോടെയാണ് വരുന്നത്. ഭഗവാൻ ഭർത്താവായി വരണമെന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മുഖത്തിന് ശോഭയേറി. അതുകൊണ്ട് ദിക്കുകളെല്ലാം പ്രകാശിച്ചു എന്നാണ് പറയുന്നത്. ഗിരിജാലയാത്, ആ ദേവീ ക്ഷേത്രത്തിൽ നിന്ന് സുരുചിരം നിരകാത്, അഴകോടുകൂടി, സുരുചിരം അഴകോടുകൂടി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോ ഒരു ഭാഗത്ത് ശിശുപാലനും മറ്റു രാജാക്കന്മാരും ജരാസന്ധനും എല്ലാവരും അവിടെ നിരന്നു നിൽക്കുന്നുണ്ട്. രുക്മിണി തന്നെയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജാക്കന്മാർ. മറുഭാഗത്ത് ഭഗവാന്റെ മുഖഭാവം നമുക്ക് കാണാം. രുക്മിണിയെ അപഹരിക്കാൻ നോക്കി നിൽക്കുന്ന ഒരു മുഖഭാവം. അപ്പോൾ രാജകുമാരി ദേവീക്ഷേത്രത്തിൽ നിന്നും വളരെ ആനന്ദത്തോടെ ഭടന്മാരോട് കൂടി കുലവധുക്കളും തോഴിമാരോടും കൂടി പുറത്തേക്ക് വരുന്ന ആ രംഗം, അത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. അടുത്തത് 6-ാമത്തെ ശ്ലോകം. ഇവിടെ മേൽപ്പത്തൂരിന്റെ ഒരു ഭാവനയാണ്. ആ രുക്മിണിയുടെ കടാക്ഷം
ഭഗവാനെയും ഒന്ന് മയക്കിയോ എന്ന് പറയുകയാണ്. ഭുവന മോഹന രൂപരുച, ഈ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന ശരീരകാന്തിയുള്ള വിവശിത അഖില രാജകദംബയ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും അഖില രാജകദംബയ, ആ രാജസമൂഹത്തെ മുഴുവൻ പരവശന്മാരാക്കിയ അങ്ങനെയുള്ള സൗന്ദര്യത്തോട് കൂടിയ തയാ, ഇവിടെ തയാ എന്നാണ് എൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. ചില ബുക്കിൽ തഥാ എന്നും കാണാം. അപ്പോൾ തഥാ എന്നാണെങ്കിൽ അപ്പോൾ എന്ന അർത്ഥം വരും. ഇവിടെ തയാ എന്നാണെങ്കിൽ ആ യുവതിയുമായിട്ടുള്ള എന്നുള്ള അർത്ഥം വരും. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ തയാ ആ യുവതിയായിട്ടുള്ള പ്രമദയാ, മനോഹരമായ സൗന്ദര്യം കൊണ്ട് മതിപ്പിക്കുന്നവളാണ് പ്രമദ. അങ്ങനെ ആ രുക്മിണിയാൽ ഹേ ദേവ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വം അപി കടാക്ഷ വിമോക്ഷണൈഹി, അങ്ങും ആ രുക്മിണിയുടെ കടക്കൺ നോട്ടം കൊണ്ട് മനാക് മദയാൻ ചകൃഷേ, മദയാൻ ചകൃഷേ എന്നാണ്, കുറച്ചൊന്ന് മയങ്ങിയില്ലേ, അങ്ങനെ എനിക്ക് തോന്നി. അതായത് എല്ലാ രാജാക്കന്മാരും പരവശരായിട്ടിരിക്കുകയാണ്. ഭഗവാനെ, ആ രുക്മിണിയുടെ ഒരു നോട്ടം അത് കണ്ടിട്ട് അങ്ങും മോഹിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും സുന്ദരിയാണല്ലോ ആ രാജകുമാരി എന്ന് മേൽപ്പത്തൂർ ഇവിടെ പറയുകയാണ്. ഇങ്ങനെ നമ്മൾ ഓരോ ശ്ലോകവും ആശയം അറിഞ്ഞ് നമ്മൾ ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും ഈ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കൺമുന്നിൽ കടന്നു വരും. അങ്ങനെ അറിഞ്ഞ് ഓരോ ശ്ലോകവും നമുക്ക് പഠിക്കാം. ഹരിയോം. ഹരിയോം സിന്ധുവക്ക. അടുത്തതായി ജ്യോതിയക്ക. ഹരിയോം ജ്യോതിയക്ക. ഹരിയോം. അപ്പൊ നമ്മള് കുറെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞു. ഇനി അധികം ദശകങ്ങളൊന്നുമില്ല, 10-20 ദശകങ്ങളേ ഉള്ളൂ നമുക്ക് നാരായണീയ സമർപ്പണത്തിന്. ദശകം 79 രുക്മിണി ഹരണം. 6 ശ്ലോകങ്ങളുടെ അർത്ഥം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇനി 7ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ എന്താണ് ചെയ്യണത്? രുക്മിണിക്ക് കുറച്ചൊരു അഹങ്കാരമൊക്കെ ഉണ്ട്. ഭംഗി കൂടുമ്പോ സ്വാഭാവികമാണല്ലോ ഈ അഹം എന്നുള്ള ഭാവം അല്ലേ. പിന്നെ ലക്ഷ്മി ദേവിയുടെ അവതാരം കൂടി ആവുമ്പോ നമുക്ക് ആലോചിച്ചാൽ അറിയാം ഭൂമിയിൽ എന്തുമാത്രം ഭംഗിയിലായിരിക്കും ആ രുക്മിണി ദേവി അവതരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. പിന്നെ ഭഗവാന്റെ കൂടെ നിൽക്കാൻ പ്രാപ്തയാവള് എന്നുള്ള ആ ഒരു സ്ഥാനം കൂടി വരണം എന്നുണ്ടെങ്കിൽ 100% ഒരു പെർഫെക്ഷൻ ആ ഒരു അവതാരത്തിന് വേണല്ലോ. അതല്ലാതെ ഭഗവാന്റെ ഒപ്പം നിൽക്കാനായിട്ട് ആർക്കും സാധിക്കില്ലല്ലോ. അപ്പോ അതാണ് പിന്നെ പറയണത്. 7ാമത്തെ ശ്ലോകത്തിൽ പറയാണ് ഭഗവാൻ രുക്മിണിയെ എങ്ങനെയാണ് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് വിചാരിക്കും ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമൊക്കെ ഉണ്ടോ? ഭഗവാന് നേരിട്ടിട്ട് പോയിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നൂടെ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അവിടെ ഒരു റീസൺ ഉണ്ട്. ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കാന്ന് ആങ്ങള് പറഞ്ഞിരിക്കണു. അവരാണെച്ചാൽ ഭയങ്കര രൗദ്രരൂപമുള്ള ഒരുത്തനാണ്. ബുദ്ധിയും ബോധവും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതൊന്നും തിരിച്ചറിയാൻ ആർക്കും കഴിവുണ്ടാവില്ല. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ഭഗവാൻ ആരാണെന്നുള്ള തിരിച്ചറിവിനോ അതിനൊന്നും ആർക്ക് കഴിവുണ്ടായില്ല. രുക്മിക്ക് കഴിവുണ്ടായില്ല. എന്റെ പെങ്ങളെ ഞാൻ ശിശുപാലന് കൊടുക്കുന്നു പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അച്ഛനും അമ്മയും വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ അച്ഛനും അമ്മയ്ക്കും ആ ഒരു റെസ്പെക്ട് പോലും കൊടുക്കാതെ മക്കള് അവർക്ക് തോന്നിയ പോലെ നടക്കുന്ന ഒരു കാലമാണ് ഇന്ന്. അപ്പൊ പണ്ടും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇപ്പൊ കലികാലത്തിന്റെ വൈഭവമൊന്നും അല്ല. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഓരോരോ എല്ലാ നെല്ലിലും ഒരു പതിരുണ്ടാവും എന്ന് പറയല്ലോ. അപ്പൊ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ പറയാണ് നേരിട്ടിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയായിരുന്നു ഭഗവാന്റെ ആഗ്രഹം. പക്ഷെ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഭഗവാനും കൂടി ഇങ്ങനെയുള്ള ഓരോരോ ലീലാവിലാസങ്ങൾ ചെയ്യേണ്ടി വരിച്ചാൽ നമ്മൾ മനുഷ്യര് ചെയ്യണേല് എന്താണ് തെറ്റുള്ളത് അല്ലെ. പക്ഷെ അത് നല്ലതിനായിരിക്കട്ടെ. തെറ്റുകൾ ചെയ്യാനായിട്ട് നമ്മൾ കള്ളത്തരങ്ങൾ കാണിക്കാതെ ഇപ്പൊ ദേവിയെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാ, ഭഗവാന്റെ പ്രേമഭാചനമാക്കുക എന്നുള്ളൊരു കാരണത്തിനാണ് ഭഗവാൻ അവിടെ ആ കള്ളത്തരം ചെയ്തത്. അതുപോലെ നല്ല കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല, വേറൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ. പക്ഷെ അതെന്തും ആവരുത്, പൊസസീവ്നെസ് ആവരുത്. എന്റെ മാത്രം നന്മയ്ക്ക് ഞാൻ എന്തും ചെയ്യും എന്ന ലെവലിലേക്ക് നമ്മൾ മാറിപ്പോവാനായിട്ട് പാടില്ല. മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നാൽ നമുക്ക് 100% ഒരു നല്ല സത്യസന്ധമായിട്ട് അങ്ങോട്ട് ജീവിക്കുക എന്നുള്ളതൊന്നും അതൊന്നും പോസിബിൾ അല്ല. കുറച്ചൊക്കെ നമുക്ക് തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷെ അത് നല്ലതിനാവട്ടെ. അത് നമുക്കായാലും
ബാക്കിയുള്ളവർക്കായാലും ഉപകാരത്തിനാവട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ അതാണ് പറയുന്നത്, ചന്ദ്രമുഖി വനു ഗമിഷ്യാസി ചന്ദ്രമുഖീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ പോലെ പ്രഭ ചൊരിയുന്ന മുഖമുള്ളവൾ എന്നാണ് പറയുന്നത്. ആ സരസമേത്യ കരേണ ഹരൻ ക്ഷണാൻ. അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ് ദേവിയുടെ അടുത്ത്, എവിടേക്കാണ് നീ പോണത്? എന്താ വെച്ചാൽ ഭഗവാൻ ഇനിയിപ്പോ വരില്ല, എന്നെ കൊണ്ടുപോകാൻ ഭഗവാൻ വരില്ല, ഇനി എന്റെ കാര്യം പോക്കാണെന്നുള്ള രീതിയിലാണ് ദേവി നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് പോയി കൈ ഇങ്ങോട്ട് ചാടി പിടിച്ചിട്ട് പറയണേ, എവിടേക്കാണ് നീ പോണത്? നിന്നെ കൊണ്ടുപോകാനല്ലേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ദേവിയുടെ രുക്മിണി ദേവിയുടെ കൈ ഇങ്ങോട്ട് ചാടി പിടിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ പറയാണ് തം ക്ഷണാർത്ഥം കരേണ ഹരൻ രഥം സമധിരൂപ്യ അപാഹൃത. രഥത്തിൽ നിന്ന് രഥത്തിലേക്ക് കയറാൻ നിന്ന ആ ദേവിയെ കയ്യിൽ കൊണ്ട് പിടിച്ചിട്ട് താഴേക്ക് ഇങ്ങോട്ട് ഇറക്കിയിട്ട് എന്താ ചെയ്തത്? ഭഗവാന്റെ രഥത്തിലേക്ക് അങ്ങോട്ട് കയറ്റി എന്നാണ് പറയണത്. അപ്പോഴോ തദ്ദൃശം വിനത. അപ്പോഴാണ് ശത്രുക്കൾക്ക് പെട്ടെന്ന് മനസ്സിലായത്, അയ്യോ ഇതാ രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോകാൻ കൃഷ്ണൻ വന്നിരിക്കണു, ഇതാ കൊണ്ടുപോകണു കൃഷ്ണൻ എന്നുള്ളത്. ആ ഒരു മൊമെന്റിലാണ് ബാക്കി രാജാക്കന്മാർക്ക് ആ തലയിൽ കൂടെ ആ ഒരു ഓളം വെട്ടിപ്പോയത് എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഇവിടെ ആ രഥത്തിൽ നിന്ന് ഈ രഥത്തിലേക്ക് കയറ്റലും പോക്കും എല്ലാം കഴിയാനുള്ള സംഭവമായി നിൽക്കുകയാണ്. പക്ഷെ ബാക്കി രാജാക്കന്മാര് വെറുതെ വിടും, രുക്മിണിയെ മോഹിച്ചിട്ടല്ലേ വന്നിറക്കണത് എല്ലാവരും. അപ്പോ ഏഴാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയണത്, ഭഗവാൻ ദേവിയുടെ രഥത്തിലേക്ക് കയറാൻ നിൽക്കുന്ന ദേവിയെ കൈപിടിച്ച് ഭഗവാന്റെ രഥത്തിലേക്ക് ആക്കി. അപ്പൊ അവിടെ ശത്രുക്കളായിട്ടുള്ള ബാക്കി രാജാക്കന്മാര് യുദ്ധത്തിനായിട്ട് ചെന്നു എന്നാണ് പറയണത്. എട്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ്, കൊനുഗത പശുപാല. ഈ പശുവിനെ മേച്ച് നടക്കുന്ന ഈ കന്നാലി ചെക്കനാണോ ഈ രുക്മിണി ദേവിയെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ളവന്റെ ഒപ്പമാണോ ഈ രുക്മിണി ദേവിയെ വിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത്? ഹൃദരണ യതുവിശ്ച ജിതാനിർഭ. അതങ്ങോട്ട് പറഞ്ഞിട്ട് ആ രാജാക്കന്മാർക്കൊക്കെ ദേഷ്യം വന്നു എന്നാണ് പറയണത്. നദു ഭവ ഉദചാല്യത തൈരഹു പശുനഗൈ ശുനഗൈ കേസരി. അപ്പോ അവരെയെല്ലാം ആ രാജാക്കന്മാരെ എല്ലാം രാഘവന്മാരും ബലരാമനും കൂടി അടിച്ചൊതുക്കി എന്നാണ് പറയണത്. അപ്പോ അതിലൊരു ഉപമ പറയുകയാണ് മേൽപ്പത്തൂര്. കുറെ നായ്ക്കള് ഒരു സിംഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാല് എന്താവും ആ നായ്ക്കളുടെ അവസ്ഥ? അപ്പൊ അതുപോലെയാണ് അവിടെ സംഭവിച്ചത്. ഈ സിംഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ നായ്ക്കൾക്ക് ഉണ്ടോ സാധിക്കണു? അപ്പൊ അതുപോലെ രാഘവന്മാരെല്ലാവരും കൂടി ആ രാജാക്കന്മാരെ എല്ലാം ഒരു പരിധിയില് ഒതുക്കി നിർത്തി എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകം പറയുന്നത്. ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഇവരെല്ലാവരും ഒതുക്കി നിർത്തിയപ്പോ സാക്ഷാൽ ശ്രീമാൻ വരികയാണ്. ആരാണ്? രുക്മി വരികയാണ്. എന്റെ പെങ്ങളെ കൊണ്ടുപോകാൻ പോവാനോടാന്ന് ചോദിച്ചിട്ട്. അപ്പൊ പറയാണ്, അതനു രുക്മിണമാഗതമാഹവേ. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആര് വരുന്നത്? രുക്മി വരുന്നത്. അപ്പൊ എന്താണ് പറയണത്? പദമുപേക്ഷ്യ നിബദ്ധ്യ വിരൂപയൻ. അപ്പൊ ബലരാമൻ പറഞ്ഞു, ഭാര്യയുടെ സഹോദരനെ കൊല്ലാന്നുള്ളതൊന്നും ഒരു മര്യാദയല്ല. രുക്മിണിയെ കല്യാണം കഴിക്കാനാണ് പോണത്. ആദ്യം തന്നെ ഈ സ്വന്തം എന്താ പറയാ ഭാര്യയുടെ സഹോദരനെ കൊന്നിട്ടാണ് ഈ രുക്മിണിയെ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞ മഹാമോശമല്ലേ? അതൊക്കെ ഉത്തമനായിട്ടുള്ള ഒരു പുരുഷനെ വെച്ചിട്ടുള്ളതാണോ? അല്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, അപമാനിച്ചു വിടൂ. അപമാനിക്കുക പറഞ്ഞാൽ ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം താടിയും മീശയും ഇതൊക്കെ ആണല്ലോ അവരുടെ ആ ഒരു പ്രൗഢ്യം എന്ന് പറയുന്നത്. അതൊക്കെ പകുതി അങ്ങോട്ട് ഷേവ് ചെയ്തിട്ട്, മുടിയും പകുതി ഷേവ് ചെയ്തിട്ട് അങ്ങോട്ട് വിടൂ, അപമാനിച്ചു വിടൂ. ഇനി മേലാൽ എന്നെ ഉപദ്രവിക്കാനായിട്ട് വരരുത് എന്നുള്ളൊരു വാർണിംഗ് കൊടുത്തിട്ട് അങ്ങോട്ട് വിടൂ എന്ന് പറയാണ് ബലരാമൻ. അപ്പൊ പറയണ ആ ബലരാമന്റെ വാക്കുകൾ കേട്ടിട്ട് നോക്കൂ, ഭഗവാനാണെങ്കിലും അവിടെ സ്വന്തം ജ്യേഷ്ഠന്റെ വാക്കുകൾ അനുസരിച്ചു. ചില സന്ദർഭങ്ങളിൽ മനുഷ്യരായ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നവരുടെ ഉപദേശം അനുസരിക്കണം എന്ന് ഒരു വ്യംഗ്യാർത്ഥം കൂടി അതിൽ പറഞ്ഞു തരികയാണ് ഭഗവാൻ. ഇപ്പൊ ബലരാമൻ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? പക്ഷെ വയസ്സിന് മൂത്ത ആളാണ്, പറയുന്നതിൽ ശരിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഈ ഓരോ ശ്ലോകങ്ങളും ഓരോ ദശകങ്ങളും ഓരോ അധ്യായങ്ങളും കാണിച്ചു തരുന്നത്. വെറുതെ നാരായണീയം കുറെ ശ്ലോകങ്ങൾ ഞാൻ വായിച്ചു പഠിച്ചു എന്നുള്ളതല്ല. അതിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, ആ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമാണ് എന്നും ഞാൻ പറയാറുള്ള പോലെ ഈ 1 മണിക്കൂർ നമ്മളിവിടെ ചെലവാക്കുന്നതിന് ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. അപ്പോ അതാണ് 9ാമത്തെ ഇതിൽ പറയണത്. രുക്മിണിയെ ഭഗവാൻ അപമാനിച്ച് വിടുകയാണ് ചെയ്യണത്. 10ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത്? പിന്നെ ഭഗവാൻ രുക്മിണി ദേവിയോട് കൂടി കളിച്ചു സന്തോഷിച്ച് ഇരുന്നു ദ്വാരകയില് എന്നാണുള്ളത്. അതാണ് ലജ്ജിത മാനസം. ലജ്ജാവതിയായിട്ടുള്ള ദേവിയോടൊപ്പം സന്തോഷവാനായിട്ട് പ്രണയ കൗതുകങ്ങളോട് കൂടിയിട്ട് സന്തോഷമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു എന്നുള്ളതാണ് 10ാമത്തെ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത്. 11ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, വിവിധ
അപ്പൊ എന്താണെന്നറിയൂ, രുക്മിണി ദേവിക്ക് ഞാൻ പറഞ്ഞല്ലോ ഭംഗി കൂടുതലാണ് എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടോ എന്ന് ഭഗവാന് സംശയമുണ്ട്. അപ്പോ ആ ഭംഗി കൂടുതലുണ്ടോ എന്നുള്ള അഹങ്കാരം, ഭഗവാന്റെ ഉദ്ദേശം എന്താണ്? അഹം എന്ന ഭാവം ഉള്ളവർക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കേയില്ല. അതാരായാലും അഹം എന്ന ഭാവം ഉള്ളവനെ ഭഗവാൻ അടുപ്പിക്കില്ല. അപ്പൊ പിന്നെ രുക്മിണി ദേവി ആയാലും ഭഗവാൻ അടുപ്പിക്കില്ലല്ലോ. അപ്പൊ അഹം എന്നുള്ള ഭാവം വന്നു രുക്മിണിക്ക് എന്നൊരു സംശയം ഭഗവാന്. അപ്പൊ മെല്ലെ ചോദിക്കുകയാണത്രേ, ദേവിയുടെ അടുത്ത് എങ്ങനെ ചോദിച്ചു എന്നാണ് പറയണത്? വിവിധ ധർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേഗത ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരധനോ രഥനോ ലോലതാം. അങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയില് ഒന്നൊരു കുനിഷ്ട ചോദ്യങ്ങള് ചെറുതായി ചോദിക്കുകയാണ് ഭഗവാൻ. അല്ലേ, ഞാനുണ്ടല്ലോ നിന്റെ ഭംഗി കണ്ടിട്ട് നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതൊന്നും അല്ല. ആ രുക്മിക്ക് ഉണ്ടല്ലോ ഭയങ്കര അഹങ്കാരം ആവുകയുള്ളൂ. എന്താ, ഞാനാണ് വലിയ രാജാവ്, എന്നെ പേടിച്ചിട്ടാണ് കൃഷ്ണൻ വരാഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള അഹങ്കാരങ്ങൾ ആവുകയുള്ളൂ. അവനെ അങ്ങനെ അഹങ്കാരിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നിന്റെ ഭംഗി കണ്ടിട്ടും നിന്റെ കണ്ടിട്ടും ഒന്നും ഞാൻ അങ്ങനെ ലയിച്ചു വന്നതൊന്നും അല്ല കേട്ടോ എന്ന് പറയാണ് രുക്മിണിയുടെ അടുത്ത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് രുക്മിണിക്ക് ഒരു സംശയം തോന്നാറ്, എന്താ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അത്രമാത്രം. അപ്പൊ ദേവിയാണല്ലോ, ദേവിക്ക് അത് തിരിച്ചറിയാണ്. എന്റെ അഹം എന്നുള്ള ഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഭഗവാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ആർക്ക് മനസ്സിലാവാണ്? ദേവിക്ക് മനസ്സിലാവാണ് ചെയ്യുന്നത്. അപ്പോ അത് മനസ്സിലായി ഭഗവാൻ, അത് ദേവിക്ക് ഫീൽ ചെയ്തു. അതിപ്പോ നമ്മളുടെ വീട്ടിലൊക്കെ നടക്കുന്നതാണല്ലോ അല്ലേ. നമ്മളെ ഒന്നും ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭർത്താക്കന്മാരായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും അങ്ങനെയൊക്കെ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കുക സ്വാഭാവികം മാത്രമാണ്. നമുക്ക് അവരോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തിരിച്ചറിയുകയും ചെയ്യും. അത് എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ഒരു പൊടിക്കൈയാണെന്ന് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യും അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ദേവിക്ക് മനസ്സിലായി, ഭഗവാൻ അങ്ങനെ ഒരു പൊടിക്കൈ പ്രയോഗിച്ചാണ് ദേവിക്ക് മനസ്സിലായി. അങ്ങനെ 12ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, അധ തഥദേവിക്ക് ലാളന കൗശലേ. അങ്ങനെ പറഞ്ഞപ്പോ ദേവിക്ക് ഫീൽ ചെയ്തോ എന്നുള്ളത് ഭഗവാൻ ഒരു സംശയം തോന്നിയപ്പോ അതിലും ലാളിത്യത്തോടെ പിന്നെ പെരുമാറി എന്നുള്ളതാണ് പറയണത്. കാരണം എന്റെ പ്രേമഭാചനമാണ്, എന്റെ പകുതി ഭാഗമാണ്, അവൾ ഒരു കാരണവശാലും വിഷമിക്കരുത്. അപ്പോ അതിലും പ്രേമത്തോടു കൂടി, അല്ല രുക്മിണി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് നിന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധമായിട്ടുള്ള രുക്മിണിയാണ്. ഭഗവാൻ 100% സാത്വികമാണെങ്കിൽ ആ സാത്വികത്തിനോട് ചേരണമെങ്കിൽ അതുപോലെയുള്ള സാത്വികമായ സാധനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അതല്ലാണ്ട് ഇത് രുക്മിയെ ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. രുക്മിണി എന്റെ ഭാഗമാണ്, എന്റെ പത്നിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഞാൻ വേൽക്കാനായി വന്നത് എന്ന് പറഞ്ഞിട്ട് അതിലും കൂടുതൽ സന്തോഷവതിയാക്കാനുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഭഗവാൻ സന്തോഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മുകുന്ദ ഐ മുകുന്ദ ഭവചരിതാനിഹ. ഇങ്ങനെ എത്ര ചരിതങ്ങളാണ് ഗുരുവായൂരപ്പ ഭഗവാന്റെ ആയിട്ട് പറയാനുള്ളത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പന് ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുന്ന എനിക്ക് എന്റെ ഈ വാതരോഗം മാറ്റിത്തരാനാണോ ഭഗവാൻ ഇനിയും ഇത്ര പാട്? അതിന് ഭഗവാൻ പാടൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെയും എന്തേ ഇത്ര വഴുകണു എന്ന് ചോദിച്ചിട്ട് ആ 79ാമത്തെ അധ്യായം രുക്മിണീഹരണം എന്ന അധ്യായവും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഭഗവാന് സാഷ്ടാംഗം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാം ദശകം 80 സ്യമന്തകം അടുത്ത ക്ലാസ്സില്. എല്ലാവർക്കും ഹരിയും. സമർപ്പണ ശ്ലോകം ചൊല്ലുന്നത് അതിനായി സോന കെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോ കയ്യ സോനാക്ക. ഹരിയോ. കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരിയോ ഹരിയോം സോനാക്ക, നന്നായിരുന്നു. അടുത്തതായി നന്ദി പ്രകാശനത്തിനായി ശ്രീകുമാരൻ അണ്ണനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോം ശ്രീകുമാരൻ അണ്ണ. ഹരിയോം. നമ്മളുടെ വന്ദേ നാരായണീയം യാത്ര ബാംഗ്ലൂരിലെത്തി. അപ്പോൾ ഇതിൽ ഇന്ന് നയിച്ചത് ചില പ്രമുഖരാണ്. ഇതിൽ ആങ്കറിങ് ചെയ്ത
ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദിരാദേവി അക്കയ്ക്ക് ആദ്യമേ ഹരിയോം പറയട്ടെ. നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മാത്രമല്ല, ടോട്ടലി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കയാണ്. അക്കയ്ക്ക് മെയിൻ ലോക്കോ പൈലറ്റ് അക്കയാണ്. അക്കയ്ക്ക് ആദ്യമേ ഹരിയോം. പിന്നീട് ഇതിന് ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലിയത് ജിജി അജയകുമാർ അക്കയാണ്. അക്കയ്ക്ക് ഹരിയോം. ഗൈഡൻസ് നൽകിയത് ജതീന്ദ്രനും ഗീതാ പിഷാരോ അക്കയുമാണ്. രണ്ടുപേർക്കും ഹരിയോം. പിന്നീട് റെപ്പറ്റീഷൻ നടത്തിയത് ഗൗരി ദേവി അക്ക, സുധാ ജതീന്ദ്രൻ അക്ക, നിഷ അക്ക, വിജി ഉണ്ണികൃഷ്ണൻ അക്ക, വത്സല അക്ക, സുഷമ അക്ക, സുനൈന അക്ക, വത്സല അക്ക, സുജാത അക്ക, ഭരതരാജരണ്ണൻ, ലക്ഷ്മി അക്ക, പിന്നെ ഉഷ മാധവൻ അക്ക. ഇവർക്കെല്ലാവർക്കും ഹരിയോം. പിന്നീട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഭംഗിയായിട്ട് അവതരിപ്പിച്ചത് സിന്ധു അക്കയും ജ്യോതി അക്കയുമാണ്. അപ്പോൾ അവർക്കും ഹരിയോം. സമർപ്പണ ശ്ലോകം ചൊല്ലിയ സോനാക്കയ്ക്കും ഹരിയോം. ഇനി ഇതിന് നമ്മളുടെ ലോകകല്യാണ മന്ത്രം ചൊല്ലി സമാപനം, ഇന്നത്തേത് സമാപനം കുറിക്കുന്നത് പുഷ്പവല്ലി അക്കയാണ്. അക്കയ്ക്കും ഹരിയോം. ഹരിയോം അക്ക. എല്ലാവരും കൈകൾ രണ്ടും നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരിക. നേരെ ഇരിക്കുക. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തുർനിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു